അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീർന്നു. ഏതാണ് ആ 4 കാര്യങ്ങൾ? ഒന്ന്, നമ്മൾ ചിന്തിച്ചത് ദ ഫസ്റ്റ് തിങ് എന്തായിരുന്നു? പാർട്ടിസിപ്പേഷൻ. ഒരാൾ മാത്രമല്ല, എല്ലാവരും അതിനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പത്രോസ് ഏകനായിട്ടല്ല നിന്നത്, 11 പേരോടുകൂടിയാണ് നിൽക്കുവാനിടയായിത്തീർന്നത്. രണ്ടാമത്തേത് നമ്മൾ മനസ്സിലാക്കി. എന്തായിരുന്നു രണ്ടാമത്തെ വിഷയം? പ്രൊക്ലമേഷൻ. അവർ പ്രൊക്ലെയിം ചെയ്യുവാൻ ഇടയായിത്തീർന്നു. എന്ത് പ്രൊക്ലെയിം ചെയ്തു? കർത്താവായ യേശുവിനെ കുറിച്ച് അവർ പ്രൊക്ലെയിം ചെയ്തു. 3, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു വന്നത് പ്രിസർവേഷൻ. ഇത് പ്രൊക്ലെയിം ചെയ്തുകൊണ്ട് ആത്മാക്കളെ രക്ഷപ്പെടുത്തുക മാത്രമല്ല, അവരെ സൂക്ഷിക്കേണ്ട ഒരു ചുമതലയുണ്ട് എന്നുള്ളത് നമ്മളെ ദൈവം പഠിപ്പിക്കുവാനായിട്ടിടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം 4ാമത്തെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. 4ാമത്തെ വിഷയമാണ് പ്രൊപ്പഗേഷൻ. വർദ്ധിപ്പിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. പ്രൊപ്പഗേഷൻ. സഭ വളരുവാനായിട്ടിടയായിത്തീർന്നു. ആദിമ നൂറ്റാണ്ടിലെ സഭ വളർത്തപ്പെട്ടു. 1, 2, 3 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായിട്ട് ഒന്ന് വായിച്ചിട്ട് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 47-ാമത്തെ വാക്യം. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 47. വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും ഒരു വേദവാക്യമാണ് അത്. കാരണം അത് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബ്യൂട്ടി നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുകയില്ല. ആ വാക്യം അവസാന ഭാഗം ഇപ്രകാരം പറയുന്നു: കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ എന്തായിരുന്നു? ദിനം പ്രതി എന്ത് ചെയ്തു? സഭയോട്. എല്ലാവരും ചേർന്ന് പറഞ്ഞു ദിനം പ്രതി എന്നുള്ള വാക്കിന് വലിയ മീനിങ് ഉണ്ട്. ഇവിടെ രക്ഷിക്കപ്പെടുന്നത് പറയുന്നത് വല്ലപ്പോഴും കൊല്ലത്തിൽ ഒന്നല്ല. ഇവിടെ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാ രക്ഷിക്കപ്പെടുന്നത്? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ സഭയുടെ ഒരു വലിയ പ്രാധാന്യതയാണ് അവിടെ രക്ഷിക്കപ്പെടുന്നവരെന്ന് പറയുന്നത്. ആണ്ടിൽ ഒന്നല്ല, ദിനം പ്രതി രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ ഒരു വലിയ പ്രാധാന്യതയായിരുന്നു. ആ സഭയിൽ ഓരോ ദിവസങ്ങളും രക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ രക്ഷ അവിടെ നടന്നുകൊണ്ടേയിരുന്നു. അനേകം രക്ഷിക്കപ്പെടുവാനായിട്ട് കാരണമായി തീർന്നു. ആദിമ നൂറ്റാണ്ട് സഭയുടെ വളർച്ചയെക്കുറിച്ച് പെട്ടെന്ന് 1, 2, 3 വാക്യങ്ങൾ അതിനാധാരമായിട്ട് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 41-ാമത്തെ വാക്യം. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 41. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേരുവാനിടയായിത്തീർന്നു. അപ്പോൾ പത്രോസിന്റെ ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേർ രക്ഷിക്കപ്പെടുവാനായിട്ട് കാരണമായി തീർന്നു. 2, അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നോക്കിയാട്ടോ. 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. ഇപ്പോൾ സ്ത്രീകളുടെ എണ്ണം അങ്ങ് വിട്ടു, പുരുഷന്മാരുടെ എണ്ണം കൂടുതലായി. നമുക്കറിയാം ഏത് കാര്യത്തിൽ മുൻപിൽ നിൽക്കുന്ന സഹോദരിമാരാ. രക്ഷിക്കപ്പെടുന്നവരാണെങ്കിൽ കൂടുതൽ സഹോദരിമാരാ. പക്ഷെ ഇവിടെ എണ്ണം എടുക്കുവാൻ പോകുമ്പോൾ സഹോദരന്മാരുടെ എണ്ണം എടുത്തിട്ട് പറയുകയാണ് പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. 3000-ലാണ് ആദ്യത്തെ പ്രസംഗം കൊണ്ട് തുടങ്ങിയത്. 2ാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നുപോയി. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-മായി. അതോടൊപ്പം തന്നെ പിന്നീട് എന്ത് സംഭവിച്ചു? 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. 6th chapter verse number 1. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ പിന്നീട് പറയുവാൻ തക്കവണ്ണം എണ്ണം പോലും സാധ്യമല്ല. ആദ്യത്തത് എണ്ണി 3000 എണ്ണി, 2000 എണ്ണി, പുരുഷന്മാർ 5000 എണ്ണി. അവസാനം എണ്ണാൻ വരുമ്പോൾ എണ്ണുവാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ പറയുന്നു അനന്തരം ശിഷ്യന്മാരുടെ എണ്ണം പെരുകി വരികയാൽ അനേക ശിഷ്യന്മാർ പെരുകുവാനായിട്ട് കാരണമായി തീർന്നു. അപ്പോൾ എന്താ ഇവിടെ നമ്മൾ കാണുന്നത്? സഭയുടെ ഒരു പ്രത്യേകത. അവസാനമായിട്ട് സഭയ്ക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണ് എണ്ണത്തിൽ അവർ പെരുകിക്കൊണ്ടേയിരുന്നു. രക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം പെരുകിക്കൊണ്ടേയിരുന്നു. ഇന്ന് പകൽക്കാലം ഒരു വലിയ സത്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഈ നാളിൽ ഈ പ്രത്യേകമായിരിക്കുന്ന സ്ഥലത്ത് രക്ഷിക്കപ്പെടാത്ത എത്ര 1000-10,000 മലയാളികൾ ഉണ്ട് എന്നുള്ളത് നാം മറന്നു കളയരുത്. കഴിഞ്ഞ ദിവസം ഒരു കണക്ക് എനിക്ക് കിട്ടി. ആ കണക്ക് കിട്ടിയപ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു. ഞാൻ എവിടെയോ നമ്മുടെ മീറ്റിംഗിലാണ് ഞാൻ പറഞ്ഞത്, ഒരു ഫാസ്റ്റ് ഞാൻ പറയുവാൻ ഇടയായിത്തീർന്നു. അന്നത്തെ ഒരു കണക്ക് ഇവിടുത്തെ ഒരു നാമധേയ സഭയുടെ മെമ്പേഴ്സ്, ഇവിടുത്തെ ദുബായിയുടെ ഒരു നാമധേയ സഭയുടെ മെമ്പർ എന്ന് പറയുന്നത് 10,000 ഫാമിലിയാ. നിങ്ങൾ ചിന്തിച്ചോണം, ഇത്രയും പേര്. ഞാൻ ഒരു സഭയെ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ പറഞ്ഞത്. ഒരു നാമധേയ സഭയിൽ 10,000 മലയാളി ഫാമിലീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം എത്രമാത്രം ഹിന്ദുസ് ഉണ്ട്, മറ്റുള്ള ജാതികൾ എത്രമാത്രമുണ്ട്, അതോടൊപ്പം തന്നെ മറ്റുള്ള സഭയിലെ മെമ്പേഴ്സ് എത്രമാത്രമുണ്ട്, എത്രമാത്രം ആൾക്കാർ കിടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട ദൈവത്തിലെ മക്കളെ, ഈ ദിവസങ്ങളിൽ എനിക്കും നിങ്ങൾക്കും പ്രവർത്തിക്കുന്ന ഒരു ദിവസമുണ്ട്. എനിക്കും നിങ്ങൾക്കും പ്രവർത്തിക്കുവാൻ സാഹചര്യമുണ്ട്. എന്നെയും നിങ്ങളെയും
ദൈവം ആക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വർഷത്തിൽ ഒന്നിനെ നേടുവാൻ വേണ്ടി അല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ആ കണക്ക് പറയുവാൻ അല്ല ദൈവം എന്നെ നിങ്ങളെ ആക്കിയിരിക്കുന്നത്. എന്നെയും നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദിനം തോറും രക്ഷിക്കപ്പെടുന്ന എണ്ണം കൂടിക്കൊണ്ടിരിക്കേണ്ടത് എന്റെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ ചില വ്യക്തിജീവികൾ പറയാറുണ്ട്, സഭയുടെ എണ്ണത്തിലല്ല പ്രത്യേകത, ക്വാളിറ്റിയിലാണ്. ഞാൻ വിശ്വസിക്കുന്നു എണ്ണത്തിലല്ല ക്വാളിറ്റിയിലാണ്. എന്നാൽ ഒരു വലിയ സത്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഏത് സഭ ക്വാളിറ്റിയിലാകുന്നുണ്ടോ അവർ എണ്ണത്തിൽ പെരുകിക്കൊണ്ടേയിരിക്കും. ക്വാളിറ്റി ഉണ്ടെങ്കിൽ എണ്ണം പെരുകിക്കൊണ്ടേയിരിക്കും. ക്വാളിറ്റി ഉണ്ടെങ്കിൽ എണ്ണം പെരുകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ക്വാളിറ്റി ഇല്ല എങ്കിലാണ് എണ്ണം പെരുകാത്തത്. എണ്ണം പെരുകണമെങ്കിൽ ക്വാളിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു സഭയാണെങ്കിൽ അതിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവരുടെ എണ്ണം പെരുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് വേണം? ദിനംതോറും രക്ഷ നടക്കേണ്ടത് ആവശ്യമാണ്. ദിനംതോറും രക്ഷിക്കപ്പെടേണ്ടവരുടെ എണ്ണം കൂടേണ്ടത് വളരെ ആവശ്യമാണ്. അതിനനുസൃതമായിട്ട് ഇത് സംഭവിക്കണമെങ്കിൽ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുന്നു. എങ്ങനെയാണ് അവർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? പകൽക്കാലം 3 പ്രധാനപ്പെട്ട കാരണമാണ് ഇവരുടെ വളർച്ചയ്ക്ക് കാരണമായിട്ട് ഞാൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാരണം അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ നമ്മൾ കാണുന്നത് സ്തെഫാനോസിനെ കുറിച്ച് പറയുന്നു. സ്തെഫാനോസ് ആരായിരുന്നു? വേദപുസ്തകം പഠിപ്പിക്കുന്നു, മേശമേൽ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ട ഒരു വ്യക്തി. അപ്പോസ്തലന്മാരുടെ എണ്ണത്തിൽ പെട്ടവനായിരിക്കുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തിന് ജോലി കൊടുത്തു മേശമേൽ ശുശ്രൂഷ ചെയ്യുവാൻ. ആ ജോലിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവനായിരിക്കുന്ന സ്തെഫാനോസ് ആണോ ആദ്യത്തെ രക്തസാക്ഷിയായി, രണ്ടാമത്തെ രക്തസാക്ഷിയായിട്ടോ നാം കാണുവാൻ ഇടയായിത്തീരുന്നത്? എന്നാൽ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഈ സ്തെഫാനോസ് എന്ത് ചെയ്തു? തന്റെ സഭയുടെ അകത്തേക്ക് കടന്നു വരുമ്പോൾ തന്റെ ജോലി എന്ന് പറയുന്നത് മേശമേൽ ശുശ്രൂഷയ. സഭയുടെ വെളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തനിക്ക് ശുശ്രൂഷയുണ്ട്. എന്താണ് ആ ശുശ്രൂഷയെന്നോ ആ വാക്യം വെളിപ്പെടുത്തി. ഒരിക്കൽ കൂടെ ആ വാക്യത്തിന്റെ ആദ്യ ഭാഗം ഒന്ന് വായിച്ചാട്ട്. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബർത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്കിയ, ആസിയ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തെഫാനോസിനോട് തർക്കിക്കുവാൻ ഇടയായിത്തീർന്നു. എന്താ ഇവിടെ സ്തെഫാനോസ് ചെയ്തത്? ഒരു സുവിശേഷ പ്രവർത്തനം ഈ സ്തെഫാനോസ് ചെയ്തു. അപ്പോൾ സാധാരണപ്പെട്ട ഒരു മേശമേൽ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം വിളിച്ചു വേർതിരിച്ചവനായിരിക്കുന്ന സ്തെഫാനോസ് ഇപ്പോൾ തന്നെ കാണുന്നത് ഒരു സുവിശേഷനായിട്ട് കാണുന്നു, ഒരു സുവിശേഷ വേല ചെയ്യുന്നവനായിട്ട് കാണുന്നു. ഇന്ന് പകൽക്കാലം ആ ഒരു സത്യം ഞാൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിന്നെ വിളിച്ചിരിക്കുന്നത് മേശമേൽ ശുശ്രൂഷിക്കുവാനായിരിക്കാം. നിന്റെ ശുശ്രൂഷ മേശമേലുള്ള ശുശ്രൂഷയായിരിക്കാം. എന്നാൽ അതിന്റെ അർത്ഥം ഞാൻ ഇവിടെ കിടന്ന് മരിക്കണമെന്നല്ല. ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട മിനിസ്ട്രി ഉണ്ട്. എന്റെ പ്രധാനപ്പെട്ട മിനിസ്ട്രി എന്ന് പറയുന്നത് ഇവാഞ്ചലിസമാണ്. എന്താണ് സ്തെഫാനോസിന്റെ പ്രത്യേകതയെ കുറിച്ച് നാം നോക്കുമ്പോൾ, സ്തെഫാനോസിന്റെ ജോലി എന്ന് പറയുന്നത് അവൻ മേശമേൽ ശുശ്രൂഷ ചെയ്യുന്നവനായിരുന്നു. എന്നാൽ എവിടെയാണ് ആ ശുശ്രൂഷ ചെയ്തത്? സഭയ്ക്കകത്തേക്ക് കടന്നു വന്നപ്പോൾ, സഭയ്ക്ക് വെളിയിലേക്ക് കടന്നുപോയപ്പോൾ അവൻ ആരായിരുന്നു? അവന് പ്രധാനപ്പെട്ട ജോലി ഉണ്ടായിരുന്നു. ഒരു സുവിശേഷന്റെ പ്രവൃത്തി ചെയ്തു. ഇന്ന് പകൽക്കാലം ആ ഒരു വലിയ സത്യം നാം മറന്നു കളയരുത്. സഭയ്ക്കകത്ത് നിന്റെ ജോലി എന്താണെന്നുള്ളതല്ല, സഭയുടെ പുറത്ത് നിനക്കൊരു ജോലി ഉണ്ട്. സഭയ്ക്കകത്തുള്ള ജോലി അതുകൊണ്ട് നീ തൃപ്തിപ്പെട്ട് ഒഴിപ്പാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇതിനു വേണ്ടിയാ എന്നെ ദൈവം വേർപെടുത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണോ ദൈവം എന്നെ വേർതിരിച്ചിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ആ ജോലി മാത്രം ചെയ്യുവാൻ അല്ല ദൈവം തന്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആദിമ നൂറ്റാണ്ട് സഭയുടെ പ്രത്യേകതയായിരുന്നു, അവർക്ക് എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷ ഉണ്ടായിരുന്നു. അവരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് കടന്നു പോകുന്നിടത്തൊക്കെയും ദൈവത്തിന്റെ വചനം പ്രസ്താവിച്ചുകൊണ്ടിരിക്കുക, കടന്നു പോകുന്നിടത്തൊക്കെയും ദൈവത്തിന്റെ വചനം പ്രസ്താവിച്ചുകൊണ്ടിരിക്കുക. ഇന്നിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തെ ആരാധിക്കേണ്ടതോ ദൈവത്തെ കുറിച്ച് പറയേണ്ടതോ സഭയ്ക്കകത്ത് മാത്രമല്ല. ഞാൻ എവിടെ കടന്നുപോയാലും എന്റെ ദൈവത്തെ ഉയർത്തുവാൻ എന്റെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. സഭയ്ക്കകത്ത് മാത്രമല്ല എനിക്ക് നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയുള്ളതോ. ഈ സഭയ്ക്കകത്ത് നിന്ന് ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചതിന് ശേഷമായിട്ടോ ഞാൻ നിങ്ങൾ വെളിയിലേക്ക് കടന്നു പോകുമ്പോൾ എനിക്ക് നിങ്ങൾക്കൊരു വലിയ ജോലിയുണ്ട്. എന്റെ യേശുവിന്റെ സാക്ഷ്യം പറയുവാൻ യേശു വിളിച്ചിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന വലിയ ദൗത്യം മനസ്സിലാക്കേണ്ടത് ദൈവം എന്നെ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാര്യങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ടോ. വായിച്ചാട്ടോ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടോ. അപ്പോസ്തലപ്രവൃത്തി 8:4. ചെതറിപ്പോയ ഒരു കൂട്ടം ആൾക്കാരെ നോക്കേണ്ട ഇപ്പോൾ പറയുന്നവർ എന്തിനാ ചെയ്തത്? ചെതറിപ്പോയവർ അവിടെ ഇവിടെ വചനം സംസാരിച്ചുകൊണ്ട് സഞ്ചരിച്ചു. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? സാധാരണപ്പെട്ട അപ്പോസ്തലന്മാര് മാത്രമല്ല ഈ വലിയ വേല ചെയ്യുവാൻ കാരണമായി തീർന്നത്. സാധാരണപ്പെട്ട എല്ലാ വിശ്വാസികളും എല്ലാ ശിഷ്യന്മാരും കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, എനിക്ക് നിങ്ങൾക്കുമുള്ളതായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മിനിസ്ട്രി ഉണ്ട്. എനിക്ക് നിങ്ങൾക്കുള്ള ഒരു പ്രായ മിനിസ്ട്രി എന്ന് പറയുന്നത് എന്തെങ്കിലും സഭയുടെ കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല,
മാത്രമല്ല എനിക്ക് നിങ്ങൾക്കുമുള്ളത് അനേകരെ ദൈവസനിലേക്ക് ആദായപ്പെടുത്തുവാനാണോ ദൈവം ഇനെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വിളി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആദിമ നൂറ്റാണ്ടിലെ സഭ അവരുടെ വിളിയും തെരഞ്ഞെടുപ്പും വ്യക്തമായി മനസ്സിലാക്കുവാൻ കാരണമായി തീർന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരു പ്രത്യേകമായിരിക്കുന്ന പർപ്പസോടുകൂടെ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനാ തെരഞ്ഞെടുത്തത്? ഇവിടെ വെളിയിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ യേശുവിനെ കുറിച്ചൊന്ന് പറയുവാൻ. ഇന്ന് പാടിയ ഓരോ പാട്ടുകൾ വാസ്തവമായിട്ടോ എന്റെ ഹൃദയത്തെ വളരെ സ്പർശിക്കുവാൻ ഇടയായിത്തീർന്നു. മറ്റൊന്നും കൊണ്ടല്ല, പാപത്തിന്റെ ചേറ്റിൽ കിടന്ന് എന്നെ ദൈവം വിടുവിച്ചതായിരിക്കുന്ന വിടുതലിനെ നോക്കുമ്പോൾ, പാപത്തിന്റെ കുഴിയിൽ കിടന്നതായിരിക്കുന്ന എന്നെ, മരണത്തിന്റെ ചങ്ങലയിൽ കിടന്ന് എന്നെ ആ ചങ്ങല പൊട്ടിച്ച് വിടുവിച്ചത് നോക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഈ വലിയ സ്നേഹം ഞാൻ ഓർക്കുമ്പോഴാണോ മറ്റുള്ളവരുടെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ടോ എന്റെ യേശുവിനെ കുറിച്ച് പറയുവാൻ എനിക്ക് ഇടയാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം വളരെയധികമാണ് ഞാൻ സുവിശേഷം പറയാതെ ഞാൻ മുൻപോട്ട് ജീവിച്ചു. എന്നാൽ ഒരു പ്രത്യേകമായ ദിവസം ഞാൻ ഇന്നതുപോലെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ടിരുന്നു. ദൈവസ്ഥനിൽ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ വചനം ഞാൻ ധ്യാനിച്ചു. ഞാൻ മുൻപോട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒരു വലിയ സന്തോഷം കൊണ്ട് എന്റെ ഉള്ളം നിറഞ്ഞു. ഒരു വലിയ ആനന്ദം കൊണ്ട് എന്റെ ഉള്ളം നിറഞ്ഞു. ഈ ആനന്ദം എവിടെ കൊണ്ട് ഒതുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു കാര്യം ചെയ്തു, അന്നോട്ട് പറയുവാൻ തുടങ്ങി. അതിനു മുമ്പ് എന്റെ വായ തുറക്കത്തില്ലായിരുന്നു. ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞിരിക്കും നാണമായിരുന്നു. എന്നാൽ ഒരു പർട്ടിക്കുലർ സമയം കടന്നു വന്നപ്പോൾ അതിന് വലിയ മാറ്റം വന്നു. എപ്പോഴാ മാറ്റം വന്നറിയാമോ? ദൈവത്തിന്റെ സ്നേഹം എന്റെ ഉള്ളത്തിൽ വീണ്ടും കത്തുവാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിന്റെ സ്നേഹം എന്റെ ഉള്ളിൽ കത്തി ജ്വലിക്കുവാൻ തുടങ്ങിയപ്പോൾ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നോപ്പിക്കട്ടെ, യേശുവിന്റെ സാക്ഷ്യം എന്റെ നിങ്ങളുടെ നാവ് കൂടെ വെളിപ്പെടുത്തണമെങ്കിൽ, യേശുവിന്റെ സാക്ഷ്യം ഞാൻ നിങ്ങൾ പറയണമെങ്കിൽ, എന്റെ കൂട്ടുകാരോടോ എന്റെ ബന്ധുക്കാരോടോ എന്റെ പ്രിയപ്പെട്ടവരോടോ എന്റെ യേശുവിനെ കുറിച്ച് ഞാൻ പറയണമെങ്കിൽ ഒരു കാര്യമാണ് ആവശ്യമായിരിക്കുന്നത്. എന്റെ നിങ്ങളുടെ ഉള്ളത്തിലോ ഒരു സന്തോഷം നിറഞ്ഞു കവിയേണ്ടതോ വളരെ ആവശ്യമാണ്. ആനന്ദം ഉള്ളിൽ നിറയുന്നില്ല എങ്കിലോ എന്തൊക്കെയോ ചില ചട്ടങ്ങളോ ചില കമ്മങ്ങളോ ചില ആചാരങ്ങളോ പറഞ്ഞുകൊണ്ടോ ചെയ്യിക്കേണ്ടത് വേലയല്ല. ദൈവത്തിന്റെ വേല എന്ന് പറയുന്നതോ തികഞ്ഞ സന്തോഷത്തിൽ നിന്ന് നമ്മെ മുൻപോട്ട് നയിക്കേണ്ടതാണോ ദൈവത്തിന്റെ വേല എന്ന് പറയുന്നത്? ദൈവമാണ് നമ്മെ നയിക്കേണ്ടത്. ദൈവമാണ് നമ്മെ മുൻപോട്ട് വിടേണ്ടത്. ദൈവം നിങ്ങളുടെ ഉള്ളത്തിൽ പ്രകാശം തരുന്നുവെങ്കിലോ, ദൈവം നിങ്ങളുടെ ഉള്ളത്തിൽ സന്തോഷം തരുന്നുവെങ്കിലോ, ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, സഹോദര മടിക്കരുത്, സഹോദരി മടിക്കരുത്. എന്താ അതിന് പ്രത്യേകത എന്നറിയാമോ? ഈ സന്തോഷം ഉള്ള ഹൃദയത്തിൽ നിന്ന് കടന്നു വരുന്ന വാക്കുകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലോ മാറ്റം വരുത്തുമെന്നോ ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം ദാവീദ് ഇപ്രകാരം പറയുന്നുണ്ട്, അതെ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ ലഭിക്കുമരുതേ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പോഴോ ഞാൻ അതിക്രമക്കാരോടോ നിന്റെ വഴികളെ ഉപദേശിക്കും. പ്രിയ സഹോദര, എന്താ ആവശ്യമായിരിക്കുന്നറിയാമോ? ആദിമ നൂറ്റാണ്ട് സഭ വളരുവാൻ എന്താണ് കാരണമായിരുന്നറിയാമോ? ഓരോരുത്തരും അവരുടേതായിരിക്കുന്ന ജോലി എന്തെന്നുള്ളതോ അവർ മനസ്സിലാക്കി, എന്താണ് അവരുടെ ഉത്തരവാദിത്വം എന്നുള്ളതോ അവർ മനസ്സിലാക്കി, എന്താണ് അവർ ചെയ്യേണ്ടതെന്നുള്ളതോ അവർ മനസ്സിലാക്കി. അവർ എവിടെ കടന്നുപോയോ അത് ചെയ്യുന്നതായിട്ട് വന്നു. എല്ലായിടത്തും അവരത് പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വായിച്ചോട്ടോ, ആ ഒരു വാക്യം ഒന്ന് വായിച്ചോട്ടോ. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം വളരെ വളരെ വിലപ്പെട്ടതായിരിക്കുന്ന വാക്യം. ആ വേർഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വീട് തോറും വിടാതെ ഉപദേശിച്ചു. അപ്പോൾ അന്നത്തെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അന്നെല്ലാം അനുകൂലമായിരിക്കുന്ന സാഹചര്യമല്ല, എല്ലാം പ്രതികൂലമായിരിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ആ പ്രതികൂലത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ അവർ ചെയ്തൊരു വലിയ കാര്യമുണ്ട്. അവർ വീട് തോറും കയറി ഇറങ്ങുവാൻ തുടങ്ങി. ഓരോ വീട്ടിൽ കയറുവാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയുന്നു, വീട്ടിൽ കയറുവാനല്ല. എന്നാൽ അന്നത്തെ ക്രിസ്തീയ സഭയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു വീട് പോലും വിടാതെ അവർ കയറുവാൻ തുടങ്ങി. രക്ഷയുടെ സന്തോഷം ഓരോ വീട്ടുകാരോട് പറയുവാൻ തുടങ്ങി. എവിടുന്നാ ഇത് ലഭിച്ചെന്നറിയാമോ? ഉള്ളത്തിൽ കത്തിയതായിരിക്കുന്ന തീയ, ഉള്ളത്തിൽ കത്തിയതായിരിക്കുന്ന സന്തോഷം, ഉള്ളത്തിൽ കത്തിയതായിരിക്കുന്ന ആനന്ദം, അതാണ് അവരെ മുൻപോട്ട് നയിച്ചത്. ഞാൻ ഓർക്കുകയായിരുന്നു, ഓരോ വീട് തോറും ഇവർ കടന്നപ്പോൾ എല്ലാം സുഖമായിരുന്നുവോ? അല്ല സഹോദര, അല്ല. ഓരോ വീട് തോറും ഒരു ദൈവപേദൽ കടക്കുവാൻ ചെന്നപ്പോൾ തിരിച്ച് ശത്രു ചെയ്ത ഒരു പ്രവർത്തനമുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. Acts chapter 8 verse number 3.
എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചെടുത്ത് ദൈവത്തിന്റെ പൈതലെ, നീ വീടുതോറും നടക്കുമ്പോൾ പിന്നിലോ വേറൊന്നുകൊണ്ടത് മനസ്സിലാക്കണം. ആരാ നടക്കുന്നറിയാമോ? ശത്രു നടക്കുക. നീ കേറിയ വീടുകൾക്ക് പിന്നാലെ ശത്രു നടന്നുകൊണ്ടിരിക്കുക. എന്താ ശത്രു നോക്കുന്നറിയാമോ? ഈ വീടുതോറും കയറി ഇറങ്ങിയവരെ പിടിക്കുവാനായിട്ടുള്ള പുറപ്പാടോ. ശൗലിനെ കുറിച്ച്, പൗലോസിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ മക്കൾ ആദിമ നൂറ്റാണ്ടിൽ സഭയിലോ ദൈവത്തിന്റെ സന്തോഷം പ്രാപിച്ചവരോ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി മുൻപോട്ട് കടന്നുപോയി അവർ വീട് 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 കയറി ഇറങ്ങി ദൈവത്തിന്റെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ ഒരു വ്യക്തി ഇരുന്നുകൊണ്ട് സഭയെ മുടിക്കുവാൻ തക്കണം ആഗ്രഹിച്ച ഒരു വ്യക്തി അവന് ഇരുന്നുകൊണ്ട് ഈ ഓരോ വീടുകളോ അവൻ കയറുക. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നീ കയറിയ വീടുകൾക്ക് പിന്നാലെ ഒരു ശത്രു നിനക്കെതിരായിട്ട് വീടുകൾ കയറിയിറങ്ങിയാൽ ഒരു കാര്യം നീ മനസ്സിലാക്കണം. ആ ശത്രുവിനെ നാളെ നിന്റെ കൂടെ നിർത്തി നിന്നോടുകൂടെ വീട് കയറുവാൻ ഒരുക്കുന്നവനായിരിക്കുന്നത് എന്റെ ദൈവമാണോ സ്വർഗ്ഗത്തിലെ ദൈവം എന്നുള്ളത് മറന്നു കളയരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രതികൂലമില്ല എങ്കിൽ വിജയമില്ല. പ്രതികൂലമില്ല എങ്കിൽ വിജയം കാണുവാൻ സാധ്യമല്ല. പ്രതികൂലമുണ്ട്, സഭയ്ക്ക് പ്രതികൂലമുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, സഭയെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വേല നിവർത്തിക്കേണ്ടതായിട്ട് കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ പർപ്പസ് നിറവേറ്റുവാനായിട്ട് കടന്നു വരുമ്പോൾ, ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രതിസന്ധിയുണ്ട്, ഒരു പ്രയാസമുണ്ട്, നിനക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന കൂട്ടമുണ്ട്. എന്നാൽ എന്റെ മുൻപിലോ അതല്ല എനിക്ക് വിഷയം, എന്റെ മുൻപിലോ അതല്ല എന്റെ പ്രശ്നം. എനിക്ക് എതിരായിട്ട് 1000 പേർ എഴുന്നേറ്റാലും അതിനേക്കാൾ വലിയവൻ ഒരുവനുണ്ട്. അവനാണ് ഈ ശത്രുക്കളെ കാൽ കീഴാക്കുവാൻ കഴിവുള്ള ദൈവം എന്നുള്ളത് ഇന്ന് പകൽക്കാലം മറന്നു കളയരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു, നിനക്കല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു, നീ എന്റെ നാമം നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് സാത്താന്റെ പള്ളിക്കാരെ അവിടുന്ന് കൊണ്ടുവന്ന് ഞാൻ നിന്റെ മുമ്പ് കാലുമടക്കും. പ്രിയ സഹോദരൻ, മറന്നു കളയരുത്. നീ പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനം ശത്രു ഉയരും. നിങ്ങൾക്കറിയാം, നാട്ടിലോ ദൈവമക്കൾ വീട് വീടായിട്ട് കയറുവാൻ തുടങ്ങി. ഇപ്പോൾ ആരോട് കയറുന്നുണ്ടെന്നറിയാമോ? ഓരോ RSSകാരോ ഇപ്പോൾ വീടുകൾ കയറുക. എന്താ അവിടെ നടക്കുന്നറിയാമോ? ശുശ്രൂഷകൾ നടക്കുക. ഓരോ വീട്ടിലും കയറി ചെന്ന് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണ് വേണ്ടത്, നിങ്ങളെ എങ്ങനെയാണ് വശീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് RSSകാർ നടക്കുമ്പോൾ ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, കെട്ടുകെട്ടായിട്ട് ഇന്ന് ദൈവത്തിന്റെ മക്കൾ ദൈവത്തെ അനേക RSSകാർ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുക. എന്താ അതിന് കാരണമെന്നറിയാമോ? ശത്രുവിന്റെ കരങ്ങളെക്കാൾ വലിയൊരു കരങ്ങളാണ് എന്റെ ദൈവത്തിന്റെ കരങ്ങൾ എന്നുള്ളത്. ദൈവമക്കൾ മറന്നു കളയരുത്. ശത്രു നിനക്കെതിരെ അടുനിൽക്കുമ്പോൾ ശത്രു കടന്നു വരും, വരത്തില്ലെന്നല്ല, ശത്രു വരും. എന്നാൽ നീ പ്രവർത്തിക്കുന്ന പോലെ തന്നെ ശത്രു പ്രവർത്തിച്ചിരിക്കും. നിന്നെ തന്നെ മുടിക്കുവാൻ ശത്രു ആഗ്രഹിച്ചിരിക്കും. എന്നാൽ ഒരു വലിയ സത്യം ഞാൻ ഓർപ്പിക്കട്ടെ, ആ മുടിക്കുന്ന ശത്രുവിനെ നിന്റെ മുൻപിൽ മുട്ടുമടക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. എത്ര പേര് വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടോ. എന്താ ഇവിടുത്തെ വിഷയം? ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അവരുടെ ജോലി അവർ മനസ്സിലാക്കി, അവരുടെ ജോലി അവർ ചെയ്തു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, മാറാനാഥ ഫുൾ ഗോസ്പൽ ചർച്ച് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വേല എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൂടെ നിറവേറ്റപ്പെടണമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. എന്നെയും നിങ്ങൾക്കും ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കുന്നത് വളരെ ആവശ്യമാണ്. ഞാനും നിങ്ങളും അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ആദ്യ നൂറ്റാണ്ട് സഭയെ പോലെ എനിക്ക് നിങ്ങൾക്കും ആകുവാൻ സാധ്യമല്ല. ആദ്യ നൂറ്റാണ്ട് സഭയാകണമെങ്കിൽ ഞങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഒറ്റയ്ക്കുള്ള പ്രവർത്തനമല്ല, നാം ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനമാണ്. ഒരുമിച്ചാണ് നാം നിൽക്കുന്നത്. ഒരുമിച്ച് നിൽക്കുമ്പോൾ എല്ലാവരുടെയും എല്ലാവരുടേതായിരിക്കുന്ന ആ ഐഡന്റിറ്റി എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കാര്യങ്ങൾ ഈ ദിവസങ്ങൾ വെളിപ്പെടുവാൻ ഇടയായി തരും. എന്താ വേണ്ടതെന്ന് അറിയാമോ? ഒരു മൂവ് ഔട്ട്, ഒരു മാറ്റങ്ങളാ വേണ്ടത്. ഈ കൂടുകളെ കൂടെ ഇളക്കി ഒന്ന് പറക്കുവാൻ ശീലിപ്പിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. അവനാണ് നമ്മുടെ കൂടുകളെ ഒന്ന് ഇളക്കേണ്ടത്. അവനാണ് നമ്മെ ഒന്ന് പറക്കുവാൻ ശീലിപ്പിക്കേണ്ടത്. ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേൽപ്പിക്കേണ്ടത് നമ്മുടെ കർത്താവ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഞാൻ ഒന്ന് മനസ്സിലാക്കുന്നുണ്ട്, ഈ ദിവസങ്ങൾ അതിന്റെ പ്രത്യേകമായ സന്ദർഭമാണ്, അതിന്റെ പ്രത്യേകമായ ദിവസങ്ങളാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് സ്റ്റേറ്റ്സിൽ നിന്ന് ഒരു കോൾ ലഭിച്ചു. ആ കത്തദാസനോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാനൊരു കാഴ്ച കണ്ടു. ഞാൻ കണ്ടു മറ്റൊന്നുമല്ല, ദുബായിലെ മാറാനാഥ ഫുൾ ഗോസ്പൽ ചർച്ചിൽ ഒരൊറ്റ സീറ്റ് പോലും ഇല്ലാതെ വേണം ആത്മാക്കളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. ഞാൻ പറയുണ്ടായ സഹോദര, ദൈവം അത് ചെയ്യുവാൻ പോകുക, ദൈവം നിവർത്തിക്കുവാൻ പോകുക. ഞാൻ മറ്റനേക കാര്യങ്ങൾ പറയുന്നില്ല, അനേക കാര്യങ്ങൾ എനിക്കറിയാം. എന്താണ് ഈ ദേശത്ത് ദൈവം ചെയ്യുവാൻ പോകുന്നത് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തോടു കൂടി നിന്നുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഞാൻ സംസാരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗ്ഗത്തിലെ ദൈവം ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല.
വേണ്ടത് ഒരൊറ്റ കാര്യമുള്ളൂ, ഞാൻ നിങ്ങളുടെ റെഡിയാണോ എന്നുള്ളതേ ഉള്ളൂ. എന്നെയും നിങ്ങളെ ഫലമേൽപ്പിച്ചായിരിക്കുന്ന വേല, എന്നെയും നിങ്ങളെ ഫലമേൽപ്പിച്ചായിരിക്കും ജോലി, അത് ചെയ്യുവാൻ തക്ക ഒരുക്കം എനിക്കും നിങ്ങൾക്കും ഇല്ല എങ്കിൽ ഒരിക്കലും ദൈവത്തിന്റെ കരങ്ങൾ കാണുവാൻ സാധ്യമല്ല. എന്നാൽ അതിന് കൈവെക്കുവാൻ സാധിക്കുമെങ്കിൽ, എന്റെ ജീവിതത്തിലെ പ്രത്യേകത അതായിട്ടൊന്ന് മാറ്റപ്പെടുവാൻ സാധിക്കുമെങ്കിൽ, ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ദൈവം എന്നെ നിങ്ങളെ സഹായിക്കാരങ്ങൾ ഉയർത്തി. ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടോ. രണ്ട്, എന്താണ് ഇവരുടെ പ്രത്യേകത? രണ്ടാമത്, എന്തായിരുന്നു ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകത? വായിച്ചാട്ടോ. അപ്പോസ്തല 5-ാം അധ്യായം, അപ്പോസ്തല 3-ാം അധ്യായം 7-8 വാക്യം ഒന്ന് വായിച്ചാണ്. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും പ്രൈസ് ഗോഡ്. ആദ്യ നൂറ്റാണ്ടിലെ സഭയ്ക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകതയാണ് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ വെളിപ്പെടുത്തി. അടയാളങ്ങൾ വളരെ ആവശ്യമാണ്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത് വളരെ ആവശ്യമാണ്. ഒരു സഭ വളരണമെങ്കിൽ ദൈവത്തിന്റെ കരങ്ങൾ കാണേണ്ടത് വളരെ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വാക്യം കൂടെ വായിച്ചോളട്ടെ. 3-ാം അധ്യായത്തിലേക്ക് വീണ്ടും കടന്നു വന്നാട്ടോ. 10-ാമത്തെ വാക്യം. എന്ത് സംഭവിച്ചു ഇവിടെ? ഒരു കൂട്ടം ജനം. എന്താ സംഭവം? നിങ്ങൾക്കറിയാം, ഈ വിഷയങ്ങളെല്ലാം അറിയാം. ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തി, അവൻ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നവൻ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന വ്യക്തി. ആ വ്യക്തി അപ്പോസ്തലനായ പത്രോസോ അവരോ എഴുന്നേൽപ്പിച്ച ശേഷം ഇപ്രകാരം അവനെ കണ്ടുകൊണ്ട് അവൻ കുതിച്ച് ചാടി നടക്കുന്ന വലിയ കാഴ്ച കണ്ടപ്പോൾ ചുറ്റുപാടുമുള്ള ജനമെല്ലാം വിസ്മയം പൂണ്ടു. They were amazed. എനിക്ക് ആ വാക്ക് വളരെ ഇഷ്ടപ്പെട്ടു. They were amazed. അവർ അത്ഭുതപ്പെട്ടു, അവർ പരിഭ്രാന്തരായി, അവര് പേടിക്കുവാൻ കാരണമായി തീർന്നു. ആരാ പേടിച്ചെന്നറിയാമോ? ഈ ലോകത്തിലെ ജനം. എന്തുകൊണ്ടാ പേടിച്ചെന്നറിയാമോ? ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഇടയായി, ദൈവത്തിന്റെ വീര്യപ്രവൃത്തി കാണുവാൻ ഇടയായി. പ്രിയ സഹോദര, സഭ വളരണമോ? ഒരു കാര്യം ആവശ്യമാണോ? ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ആവശ്യമാണ്, ദൈവത്തിന്റെ അടയാളങ്ങൾ ആവശ്യമാണോ? ദൈവത്തിന്റെ വീര്യപ്രവൃത്തി ആവശ്യമാണോ? ദൈവത്തിന്റെ വീര്യപ്രവൃത്തി വെളിപ്പെടുന്നില്ല എങ്കിലോ ആ സഭയ്ക്കൊരു വളർച്ചയില്ല. ക്രിസ്തീയ സഭ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയപ്പെടുന്ന ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് വരെ തീർന്നു പോയിട്ടില്ല. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുക. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ ഇന്നും നടന്നുകൊണ്ടേ ഇരിക്കുന്നുവെങ്കിൽ, അന്യഭാഷ ഇന്ന് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുവെങ്കിൽ, ഭാഷയുടെ വ്യാഖ്യാനം നിറവേറ്റപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുവെങ്കിലോ, പ്രവചനം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുവെങ്കിൽ, വീര്യപ്രവൃത്തികൾ നടക്കുന്നുവെങ്കിലോ, സഭയൊന്ന് മനസ്സിലാക്കണം, ദൈവത്തിന്റെ വീര്യപ്രവൃത്തി എനിക്ക് നിങ്ങൾക്ക് വളരെ ആവശ്യമാണ്. വീര്യപ്രവൃത്തി. ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ നിന്ന് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോ അവര് പറയുകയാണോ, വെള്ളി പൊന്നൊന്നുമല്ല എനിക്ക് തരുവാനുള്ളതോ, എനിക്കുള്ളത് ഞാൻ തരുന്നു, നസ്സനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. എന്താ സംഭവിച്ചത്? കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച സമയത്തോ എന്ത് സംഭവിച്ചു? ചുറ്റുപാടിരിക്കുന്ന സകല ജനം ഭയപ്പെടുവാൻ കാരണമായി തീർന്നു. എന്താ അതുകൊണ്ട് സംഭവിച്ചത്? പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. എന്താ സംഭവിച്ചത്? ഒരത്ഭുതം. ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ വെളിപ്പെടുത്തുക, ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുക. ഇന്ന് ഞാൻ ഓർക്കുകയായിരുന്നു, എവിടെയാണ് അത്ഭുതം നടക്കേണ്ടത്, എവിടെയാണ് വീര്യപ്രവൃത്തി നടക്കേണ്ടത്? എന്നെ കേൾക്കുന്ന പ്രിയ സഭയോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ സഭ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു പർട്ടിക്കുലർ വ്യക്തികൾ കൂടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കുവാൻ വേണ്ടി മാത്രമല്ല. ദൈവം സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അത് വിശ്വസിക്കുന്നവർ ആരായിരുന്നാലും അവരിൽ കൂടി അടയാളം നടക്കുമെങ്കിൽ ഈ നാളുകളിൽ എന്റെയും നിങ്ങളുടെ മുൻപിൽ കാഴ്ചപ്പാടുണ്ടാകണം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൂടെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ കാണണം. ദൈവത്തിന്റെ വീര്യപ്രവൃത്തിയുടെ കരങ്ങൾ എന്നിലും നിങ്ങൾ കൂടെ വെളിപ്പെടണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നീ ഒരു സാധാരണപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലല്ല, വേദിയല്ല നീ ഇവിടെ വന്നിരിക്കുന്നത്. ഇരിക്കുന്നൊരു ഉദ്ദേശമുണ്ട്. എന്റെ ദൈവത്തിന്റെ വീര്യപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം തെരഞ്ഞെടുത്തൊരു പാത്രമാണ് നിങ്ങളെന്നുള്ളത് മനസ്സിലാക്കണം. ദൈവം തെരഞ്ഞെടുത്തൊരു പാത്രം, ദൈവത്തിന്റെ വീര്യപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ കരങ്ങൾ വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ ദൈവം തെരഞ്ഞെടുത്തൊരു പാത്രം. എന്നാൽ എന്താ ഇവിടെ വേണ്ടത്? ഇവിടെ വേണ്ടത് ഒരു കാര്യമുണ്ട്. അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരം പറയുന്നു, ഈ വ്യക്തി ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നവനാണോ? ആ ഭിക്ഷ അയച്ചിരുന്നവനോട് ഒരു കാര്യം തിരിച്ചു പറയുന്നുണ്ട്, എനിക്കുള്ളത് വെള്ളിയല്ല, എനിക്കുള്ളത് പൊന്നല്ല, എനിക്കുള്ളത് ഒന്നാണ്, യേശുവിന്റെ നാമമാണ് എനിക്കുള്ളത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? പത്രോസ് ഒരു കാര്യം മനസ്സിലാക്കി, ആരാണ് എന്നെ അയച്ചുവെന്നുള്ളത് അവൻ മനസ്സിലാക്കി. തന്റെ കയ്യിൽ എന്തുള്ളതെന്ന് അവൻ മനസ്സിലാക്കി. ഇന്ന് പകൽക്കാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഒന്ന് മറന്നു കളയരുത്. ആരാണ് നിന്നെ അയക്കുന്നെന്നുള്ളത് മറന്നു കളയരുത്. ആരാണ് നിന്നെ അയക്കുന്നത്? സ്വർഗത്തിലെ ദൈവപ്രകാരം കൽപ്പിക്കുകയുണ്ടായി, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പിതാവിനിക്ക് നൽകി തന്നിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട ആരാ കൽപ്പിച്ചെന്നറിയാമോ? എന്റെ യേശുവാണ് എന്നെ അയച്ചത്, എന്റെ യേശുവാണ് എന്നെ അയച്ചത്. പ്രിയ സഹോദര, നീ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ, പ്രിയ സഹോദരി, നീ ദൈവത്തിന്റെ വേലയ്ക്ക് കടന്നു പോകുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, നീ ഒറ്റയ്ക്കല്ല കടന്നു പോകുന്നത്, എന്തോ ചിന്ത കൊണ്ടല്ല കടന്നു പോകുന്നത്. യേശുവാണ് നിന്നെ അയച്ചത്. യേശുവിന്റെ വാക്കിന്റെ മുകളിലാണ് നീ അയക്കപ്പെട്ടത്. യേശുവിന്റെ വാക്കാണ് നിന്നെ അയച്ചത്. ആകയാൽ പുറപ്പെട്ട എന്നവൻ കൽപ്പിച്ചിട്ടുണ്ട്. ആ വാക്കിന്റെ മുകളിലാണ് നടക്കുന്നത്.
ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ മറന്നു കളയരുതേ. ആകയാൽ പുറപ്പെട്ട എന്നുള്ള വാക്കിന്റെ അധികാരം എന്തെന്നുള്ളത് ആ പത്രോസ് മനസ്സിലാക്കി. അതാണ് പത്രോസിനെ അയച്ചത്. അത് മാത്രമല്ല, പത്രോസ് രണ്ടാമത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കി. എന്റെ കയ്യിൽ എന്തുണ്ടെന്നും പത്രോസ് മനസ്സിലാക്കി. എന്താ എന്നെ ഉള്ളത്? എന്റെ കയ്യിൽ വെള്ളിയില്ല, എന്റെ കയ്യിൽ പൊന്നില്ല, എനിക്കുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, യേശുവിന്റെ നാമം. പ്രിയ സഹോദര, അത്ഭുതങ്ങൾ ദൈവം വെളിപ്പെടുത്തണമെങ്കിൽ, ദൈവത്തിന്റെ വീര്യപ്രവൃത്തി വെളിപ്പെടുത്തണമെങ്കിൽ എന്റെയും നിങ്ങളുടെ ജീവിതം ആ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. നിങ്ങളുടെ കരങ്ങൾ പലതും ഉണ്ടായിരിക്കാം, പലതും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവത്തിന് സാധ്യമല്ല. എന്നാൽ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് മാത്രം മതി, ഒന്നേ വേണ്ടതുള്ളൂ. അതെന്താണെന്ന് അറിയാമോ? പൊന്നല്ല, വെള്ളിയല്ല എന്റെ നിങ്ങളുടെ ആവശ്യമായിരിക്കുന്നത്, യേശുവിന്റെ നാമം. ആമേൻ എന്ന് പറഞ്ഞാൽ പൊന്നിനേക്കാൾ വെള്ളിയേക്കാൾ എനിക്ക് കാര്യം ഏതാണെന്നറിയാമോ? യേശുവിന്റെ നാമം. പൊന്നല്ല എനിക്ക് പ്രാധാന്യം, വെള്ളിയല്ല എനിക്ക് പ്രാധാന്യം, എനിക്ക് പ്രാധാന്യമുള്ളത് ഒന്ന് മാത്രമാണോ? യേശുവിന്റെ നാമം. എന്ന് പകൽക്കാൽ ഞാൻ ചോദിക്കട്ടെ, പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് പറയുവാൻ സാധിക്കും എനിക്ക് വേണ്ടത് പൊന്നല്ല, എനിക്ക് വേണ്ടത് വെള്ളിയല്ല, ഇതൊന്നും വേണ്ട നല്ല ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. എന്റെ ജീവിതത്തിലെ പ്രായം എന്റെ യേശുവാണ്. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും എനിക്ക് വേണ്ടത് എന്റെ കർത്താവായ യേശു? പൊന്നല്ല, പൊന്ന് വേണ്ടതല്ല, പൊന്നല്ല വെള്ളിയല്ല, പിന്നെ എനിക്ക് വേണ്ടത് എന്റെ കർത്താവായ യേശു. കരമുടിയത്ത് ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടോ. ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ മുൻപാകെ ഈ ഒരു സമർപ്പണം കടന്നു വരാത്തിടത്തോളം കാലം ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ സാധ്യമല്ല. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ ജീവിക്കേണ്ടതിനോ ഞങ്ങൾ ദിനംതോറും മരിക്കുന്നു. എന്താ വേണ്ടെന്ന് അറിയാമോ? മറ്റുള്ളവർ ജീവിക്കേണ്ടതിനോ എനിക്കും നിങ്ങൾക്കൊരു മരണം ആവശ്യമാണ്. എന്താ മരിക്കുന്ന അറിയാമോ? എന്റേതായിരിക്കുന്ന ജഡത്തെ ഞാൻ മരിപ്പിക്കുക. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, ദൈവത്തിന്റെ കരങ്ങൾ വെളിപ്പെടുവാൻ. ദൈവമക്കൾ മറന്നു കളയരുത്. നിങ്ങൾ അനേകം ഞങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ദൈവം അനുഗ്രഹിക്കപ്പെട്ട ആരാധന കടന്നു തരുവാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഇതിനു വേണ്ടി കടന്നു വരുന്നവർക്ക് ഒരു മരണം നേരത്തെ സംഭവിച്ചു. അവരുടെ മുറിയിൽ, പ്രാർത്ഥനാ മുറിയിൽ അവർ ഇരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ എങ്ങാട്ടോ എന്തൊക്കെയോ കണ്ടിട്ട് എന്തൊക്കെയോ ചെയ്തിട്ട് അവർ കടന്നു വരുന്നവരല്ല. അവരുടെ ജീവിതത്തിൽ ചിട്ടയുണ്ട്. ചിലത് മരിപ്പിച്ചിട്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി വാഞ്ചിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഒരു കാര്യം പറഞ്ഞു, കുഞ്ഞെ, നീ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്നാവശ്യമാണ്, നീ അല്ല സഭയെ ഉണർത്തേണ്ടത്. ഉണർത്തേണ്ട ജോലി ദൈവത്തിന്റെ ആത്മാവിൻ്റെതാണ്. അത് ഞാനാണ് പ്രവർത്തിക്കുന്നത്. ആമേൻ. മനുഷ്യന്റെ വാക്കുകൾക്ക് പരിമിതി ഉണ്ട്, മനുഷ്യന്റെ വാക്കുകൾക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ ഒന്ന് മറന്നു കളയരുത്, എന്റെ ദൈവത്തിന്റെ വാക്കുകൾക്ക് യാതൊരു ലിമിറ്റേഷൻസും ഇല്ല. കഴിഞ്ഞ നാളുകൾ പിന്നിലിരുന്നവർ മുൻപിൽ വന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ നാളുകൾ മുൻപിലിരുന്നവർ പിൻപിൽ പോയ കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഇരുന്നവർ മുൻപിൽ വരുവാൻ കാഴ്ചക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവരുടെ ഉള്ളത്തിൽ കത്തൽ ഉണ്ടായതാ കാരണമായിരുന്നു. ഇതാരുടെ പ്രവർത്തനം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായിരുന്നു. എന്താ ഇവിടെ സംഭവിച്ചത്? ഇവിടെ അത്ഭുതങ്ങൾ നടക്കുവാൻ കാരണമായി തീർന്നു. ഇവിടെ വീര്യപ്രവർത്തനം നടക്കുവാൻ കാരണമായി തീർന്നു. എന്താ ഇവിടുത്തെ വിഷയമായിരുന്നത്? അവരുടെ വീര്യപ്രവർത്തനം നടന്ന മുഖാന്തരമായിട്ടോ ദൈവത്തെ കണ്ടുമുട്ടുവാനിടയായി. ദൈവത്തെ കണ്ടുമുട്ടാൻ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ, സുവിശേഷം പറഞ്ഞുകൊണ്ട് രക്ഷയിലേക്ക് കൊണ്ടുപോകാൻ മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഈ നാളുകളിലോ നിങ്ങൾ കടന്നു പോകുന്ന ഭവനങ്ങളിലോ നിങ്ങളുടെ പ്രിയപ്പെട്ട രോഗികളായിട്ട് ഇരിപ്പുണ്ടെങ്കിലോ, നിങ്ങൾ കടന്നു പോകുന്ന ഇടങ്ങളിലോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഭാരങ്ങൾ ഇരിക്കുന്നുവെങ്കിലോ മടിക്കരുത്, പ്രാർത്ഥിക്കുവാൻ മടിക്കരുത്. നീ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ഓർത്ത് വേണം, ദൈവം ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം കേട്ട് ഉത്തരം അയക്കുന്നതിന് അതിന് പ്രാർത്ഥിക്കണമെങ്കിൽ ജക്സിപ്പാസെ വരുത്തേണ്ട യാതൊരു ആവശ്യമില്ല. ദൈവം നിന്റെ അധികാരം തന്നിട്ടുണ്ട്. അധികാരം വിനിയോഗിച്ചുകൊണ്ട് നിന്നെ ഒരു വാക്ക് നീ കൽപ്പിക്കുന്നുവെങ്കിൽ എന്റെ ദൈവം അവിടെ അത്ഭുതം ചെയ്യുകയേ ചെയ്യും. എന്താ വേണ്ടതെന്ന് അറിയാമോ? ദൈവത്തിന്റെ പ്രവർത്തനം കാണുവാൻ, ദൈവത്തിന്റെ കരങ്ങൾ കാണുവാൻ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. ഈ ദിവസം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ദൈവം അത് ഇവിടെ ചെയ്യുവാൻ പോകുക. അനേകരെ ദൈവം സഭയിൽ എഴുന്നേൽപ്പിക്കുവാൻ പോകുക. അനേകരെ സഭയിൽ എന്താ ദൈവം ആദ്യം ചെയ്ത് ഞാൻ ഓർപ്പിക്കട്ടെ, ആദ്യം ദൈവം ചെയ്യുവാൻ പോകുന്നത് ദൈവത്തിന് സമൃദ്ധമായിരിക്കുന്ന കൃപയുടെ ഒരു വലിയ വ്യാപാരം ദൈവം ഈ സഭയിലേക്ക് അയക്കുവാൻ പോകുക. ഈ കഴിഞ്ഞ നാളുകൾ നിങ്ങൾ അനുഭവിച്ച അനുഭവമല്ല, കഴിഞ്ഞ നാളുകൾ നിങ്ങൾ കണ്ടിരിക്കുന്ന അനുഭവമല്ല, അതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന ഒന്ന് ദൈവം സഭയിലേക്ക് അയക്കുവാൻ പോകുക. സഭയോട് ഉണർത്തപ്പെടുവാൻ പോകുക. ജനം കൃപ പ്രാപിക്കുവാൻ പോകുക. ജനം അനുഗ്രഹിക്കപ്പെടുവാൻ പോകുക. അനുഗ്രഹിക്കപ്പെട്ട് കൃപ പ്രാപിച്ച ദൈവജനമാണോ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതം കാണുന്നത്. ഈ ദിവസം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനെ ഉള്ളൂ. കർത്താവ് വലിയവരിൽ കൂടെ മാത്രമല്ല, ഈവൻ കൊച്ചു കുഞ്ഞുങ്ങൾ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവടിയാക്കണമേ.
സഹോദര, ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ, അതിന് നീ ഒരുക്കമാണോ? ദൈവത്തിന്റെ കരങ്ങൾ കാണുവാൻ, ദൈവത്തിന്റെ കൃപ കാണുവാൻ, ദൈവത്തിന്റെ അധികാരം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം നിങ്ങൾക്ക് ഒരു താല്പര്യമുണ്ടോ? ഞാൻ ഓർപ്പിക്കട്ടെ, ആ താല്പര്യം വേണമെങ്കിൽ ഒരു കാര്യം വേണം. ഒന്നായിരിക്കണം എന്റെ നിങ്ങളുടെ തീരുമാനമായിരിക്കുന്നത്, എനിക്കുള്ളത് വെള്ളിയല്ല, എനിക്കുള്ളത് പൊന്നല്ല, എനിക്കുള്ളത് യേശുവിന്റെ നാമം, എനിക്കുള്ളത് യേശുവിന്റെ നാമം, എനിക്കുള്ളത് യേശുവിന്റെ നാമം. എനിക്കത് മതി, എനിക്കതാണ് വേണ്ടത്. മറ്റൊന്നുമല്ല എനിക്ക് വേണ്ടത്, യേശുവിന്റെ നാമമാണ് എനിക്ക് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിക്കുന്നത്? ഈ അത്ഭുത പ്രവൃത്തി കൊണ്ട് എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞല്ലോ, 3000 ആയിരുന്ന ജനം ഇപ്പോൾ 5000 ആയി. എന്താ കാരണം? ഒരൊറ്റ അത്ഭുതത്തിന് പ്രവൃത്തി. ഞാൻ ഓർക്കുന്നുണ്ട്, ദൈവം ഒരിക്കൽ എന്നോട് പറഞ്ഞു, കുഞ്ഞെ, നീ വലിയ കാലത്തെ കുറിച്ച് നീ ഭാരപ്പെടേണ്ട കാര്യമില്ലേ. എന്റെ ഒരു ചെറിയ കാറ്റ് അടിച്ചതായ സമയത്ത് ഇസ്രായേൽ മക്കൾക്ക് 6 ലക്ഷം പുരുഷന്മാർ അടങ്ങിയതായിരിക്കുന്ന ഒരു വലിയ സംഘത്തിന് 1 മാസം തിന്നുവാൻ ഇറച്ചി കൊടുക്കുവാൻ ഞാൻ ശക്തനായിരുന്നു. ദൈവത്തിന് എന്തേ വേണ്ടുവെന്നുള്ള ചെറിയ കാറ്റ്, ദൈവത്തിന് ഒരു ചെറിയ കാറ്റ്, ദൈവത്തിന് വലിയ കരങ്ങളല്ല ദൈവോട് അയപ്പിച്ചത്. ദൈവം ആ കടലിൽ ഒരു ചെറിയ കാറ്റടിപ്പിച്ചു. എന്ത് സംഭവിച്ചു? പറവകൾ വന്ന് ഇവരുടെ മുൻപിൽ നിരന്ന് നിൽക്കുവാൻ റെഡിയായിത്തീർന്നു. ദൈവജനം ഭക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയതായിരിക്കും മുഖാന്തരങ്ങളോ, ദൈവം ഒരുക്കിയതായിരിക്കുന്ന വഴികളോ. ഏതാണ്ട് 30 ലക്ഷം ജനത്തിനോ ദൈവം ആഹാരം കൊടുത്തതിനോ ഒരു കാരണമേ ഉള്ളൂ, ദൈവം അയച്ച ഒരു ചെറിയ കാറ്റ്. ദൈവം അയച്ച ചെറിയ കാറ്റ് ഇത്രയും വലിയ കാര്യം ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ ദൈവമക്കളെ മറന്നു കളയരുത്. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ആ ചെറിയ കാറ്റ് നടിച്ചാൽ എന്നിലും നിങ്ങൾ കൂടെ ദൈവം എന്ത് ചെയ്യുവാൻ പോകുന്നു? എന്നിലും നിങ്ങൾ കൂടെ ദൈവത്തിന് എന്ത് ചെയ്യുവാൻ സാധിക്കും? എന്താ ഇവിടെ നടക്കുന്നത്? വീര്യപ്രവൃത്തി നടക്കുക, അത്ഭുതങ്ങൾ നടക്കുക. അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്താണ് ഈ അത്ഭുതം ചെയ്യുന്നത്, എങ്ങോട്ടാണ് ഈ അത്ഭുതം നടത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വളരെ ആവശ്യമാണ്. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടോ, അതിനാധാരമായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് ഒന്ന് കടന്നു വന്നാട്ടെ. 3-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചാട്ടോ. അപ്പോൾ പത്രോസ് വലങ്കൈ പിടിച്ച് അതിന് 15-16 വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടോ. 15-16 വാക്യം, വേഴ്സ് 15 and 16. അവനെ ദൈവം നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ ഹല്ലേലൂയ പറഞ്ഞാട്ടോ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിച്ചാട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എന്ത് സംഭവിച്ചു? ഈ അത്ഭുതം നടന്ന അത്ഭുതം കണ്ടുകൊണ്ട് പരിഭ്രമിച്ച് നിൽക്കുന്ന ജനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, ഈ യേശുവിനെ ദൈവം മരിച്ചവെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശുവിനെ ദൈവം മരിച്ചവെന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാ. നിങ്ങൾ മറന്നു കളയരുത്, നാം ചെയ്യുന്ന അടയാളങ്ങൾ ഒന്നിനെ സാക്ഷ്യം പറയുകയാണ്, യേശു ഉയർത്തെഴുന്നേറ്റു. എന്റെയോ നിങ്ങളുടെ നാമം ഉയർത്തുവാനല്ല മിറക്കിൾസ്, എന്റെയോ നിങ്ങളുടെ നാമം വാഴ്ത്തുവാനല്ല അത്ഭുതങ്ങൾ. എന്റെയും പിന്നെയോ എന്തിനു വേണ്ടിയാണ് അത്ഭുതങ്ങൾ ആവശ്യമായിരിക്കുന്നത്? അത്ഭുതങ്ങൾ ഒന്നിനെ മാത്രം, യേശു ഉയർത്തെഴുന്നേറ്റു. എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ മാറ്റി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ പരസ്യമായി കാഴ്ചയാക്കി ജയോത്സവം കൊണ്ടാടി. ആ ജയത്തിന്റെ കരങ്ങളാണ് എന്നിലും നിങ്ങൾ കൂടെ വെളിപ്പെടുന്നത്. ഞാൻ നിങ്ങൾ ചെയ്യുന്ന അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് എന്റെ നിങ്ങളുടെ കഴിവുകൊണ്ടല്ല, എന്റെ നിങ്ങളുടെ കൃപ കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? യേശു ഓൾറെഡി ആ വിജയം ഏറ്റെടുത്തത് കൊണ്ട് ഇന്ന് ഞാൻ വിശ്വാസത്താൽ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ വിശ്വാസത്താൽ പ്രാപിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ, ദൈവത്തിന്റെ വീര്യപ്രവൃത്തിയുടെ കരങ്ങൾ എന്ത് വെളിപ്പെടുത്തുന്നു? യേശു ഉയർത്തെഴുന്നേറ്റു. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടോ, യേശു ഉയർത്തെഴുന്നേറ്റു. ശക്തമായിട്ട് പറഞ്ഞാൽ യേശു ഉയർത്തെഴുന്നേറ്റു. അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവപൈതലേ, നാം സാക്ഷികളാ. എന്തിനു വേണ്ടി? യേശു ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, ഞാൻ എന്റെ നിങ്ങളുടെ സാക്ഷ്യം എന്ന് പറയുന്നത് ഉണക്ക സാക്ഷ്യമല്ല. എന്റെ നിങ്ങളുടെ സാക്ഷ്യത്തിന് പ്രത്യേകത ഉണ്ട്, അത് ജീവനുള്ള സാക്ഷ്യമായിരിക്കും. ജീവനുള്ളവനെയാണ് നമ്മൾ പറയുന്നത്, ജീവനുള്ളവനെ കുറിച്ചാണ് സാക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്റെ നിങ്ങളുടെ നാവിൽ കൂടെ കടന്ന സാക്ഷ്യങ്ങൾ ജീവന്റെ സാക്ഷ്യങ്ങളായിരിക്കും. ദൈവം ആഗ്രഹിക്കുന്നതാണ്, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. എന്താ സംഭവിച്ചത്? ഈ അടയാളം എന്തിലേക്ക് നടത്തി? ആ ഒരു കാര്യം ചെയ്യുണ്ടായി. ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടല്ല, ഞങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ടല്ല ഇവൻ എഴുന്നേറ്റ് വന്നത്. പിന്നെ ഇവൻ എഴുന്നേൽക്കുവാൻ കാരണമെന്ന് എന്റെ യേശു ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഇതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ. പലപ്പോഴും ആൾക്കാർ, ജനങ്ങളോ നിഗളത്തിലേക്ക്, അഹങ്കാരത്തിലേക്ക് കടന്നു പോകുന്നുണ്ട്. എന്താണ് കാരണമെന്ന് അറിയാമോ? ഒരിക്കൽ പ്രാർത്ഥിച്ചു, മുട്ടുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ആ മുട്ടുവേദനെ സൗഖ്യമാക്കി. ഒരുപക്ഷെ അങ്ങോട്ട് ചിന്തിക്കും, എന്നെ കൊണ്ട് ഇത് സാധിച്ചു. സഹോദര, മറന്നു കളയരുത്, നമ്മളെ കൊണ്ട് ദൈവം സാധിപ്പിച്ചത്, നമ്മളെ കൊണ്ട് സാധിച്ചതല്ല, ദൈവം നമ്മളെ കൊണ്ട് സാധിപ്പിച്ചതാ. മഹത്വം പോകേണ്ടത് മുഴുവൻ ദൈവത്തിന്. ദൈവം ഓരോ അത്ഭുതങ്ങൾ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മറന്നു കളയരുത്,
ചെയ്തതോ, ഈ അടയാളം ചെയ്തതോ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പാദങ്ങളിൽ മുട്ടുമടക്കിക്കൊണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ഒരു കാര്യം പറയണം: എന്റെ ദൈവമേ, ഈ അത്ഭുതത്തിന് എന്നെ നീ യോഗ്യനാക്കിയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു വന്ന സഹോദര. മഹത്വം ദൈവത്തിന് പോകട്ടെ, മഹത്വം ദൈവത്തിന് പോകട്ടെ. ഇന്ന് പകൽക്കാൽ ഞാൻ വാഞ്ചിക്കുന്നുണ്ട്, ഈ സഭയിൽ ആര് കാലെടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാ പ്രിയപ്പെട്ടവര് ദൈവത്തിന്റെ വീര്യപ്പുറത്ത് വെളിപ്പെടുത്തുന്ന പാത്രങ്ങളായി മാറട്ടെ. സാധാരണപ്പെട്ട കാഴ്ചക്കാരായിട്ട് ഇവിടെ വന്ന് ഇരിപ്പാനല്ല, സാധാരണപ്പെട്ട വ്യക്തി ജീവിതമായിട്ട് ഇവിടെ ഇരിപ്പാനല്ല, ദൈവത്തിന്റെ വിലപ്പെട്ടതായിരിക്കുന്ന കരങ്ങൾ വെളിപ്പെടുത്തുന്ന പാത്രങ്ങളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താ ഇവിടുത്തെ വിഷയം? ഇവിടെ വിഷയം എന്ന് പറയുന്നത് മിറക്കിൾസ്. അവരുടെ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ എന്തു ചെയ്യുന്നു? ജനത്തെ ദൈവത്തിലേക്ക് മാടി വിളിക്കുന്നു, ജനത്തെ ദൈവത്തിലേക്ക് നടത്തുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ദിവസങ്ങൾ എല്ലാ ദൈവമക്കൾ കൂട്ടായിട്ട് പ്രാർത്ഥിക്കണം. എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ വേണം. ഞാൻ പറഞ്ഞല്ലോ, 2 കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. ജനത്തിന്റെ ഉള്ളിൽ വലിയ ദാഹം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഈ ദിവസം ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിരിക്കുക. കാരണം കഴിഞ്ഞ നാളുകൾ പ്രാപിച്ച ഒരു ആത്മീയ അനുഭവത്തിൽ നിന്നുകൊണ്ട് 2 തുള്ളിച്ചാട്ടം ചാടി ഒരു അന്യഭാഷ പറഞ്ഞ് നിർത്തുന്ന ഒരു അനുഭവമല്ല. ഞാൻ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്: എന്റെ ദൈവമേ, സഭയിലേക്ക് ഒരു ഡീപ്പായിരിക്കുന്ന ഒരു തേഴ്സ്റ്റ് നീ അയക്കണം. ഓരോ ഉള്ളങ്ങൾ ദാഹം കൊണ്ട് നിറയട്ടെ കർത്താവേ, ഓരോ ഉള്ളങ്ങൾ ദാഹം ഉണ്ടാകട്ടെ കർത്താവേ. പ്രിയപ്പെട്ട സഹോദര, ഒന്നും മറന്നു കളയരുത്. ഓരോ ഉള്ളങ്ങൾ ദൈവത്തിന് വേണ്ടി ദാഹിക്കുമ്പോഴാണ് ആ ദാഹമുള്ള ജനം ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവർ സ്വർഗ്ഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമോ? അവിടെയാണ് ദൈവത്തിന്റെ ശക്തമായിരിക്കുന്ന ഒഴുക്ക് അവിടെ കടന്നു വരുന്നത്. ദൈവം പറയുന്നൊരു കാര്യമുണ്ട്: ദാഹിക്കുന്നിടത്ത് ദൈവം നീരൊഴുക്ക് പകരും. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താ, അതുപോലെ ദൈവം നിനക്ക് നൽകുവാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഈ ദിവസങ്ങളിൽ ഓരോ വെള്ളിയാഴ്ച ദൈവത്തെ ആരാധിപ്പാൻ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ, ഓരോ മീറ്റിങ്ങൾക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുന്ന സമയത്ത് ദൈവമക്കൾ മറന്നു കളയരുത്. ദൈവമക്കൾക്ക് വലിയ ആഗ്രഹം ഉണ്ടാകണം. എന്റെ കർത്താവ് ഒന്ന് തുള്ളിച്ചാടി കടന്നു പോകാനല്ല, നിങ്ങളുടെ സഭയിലേക്ക് ഒരു വലിയ ആത്മദാഹത്തെ ഒന്ന് അയക്കണമേ. എന്റെ കർത്താവ് എത്ര കിട്ടിയാലും മതി വരാത്തൊരു അനുഭവം ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് അയക്കണമേ, എന്റെ ഉള്ളത്തിലേക്ക് അയക്കണമേ. പ്രിയ സഹോദര സഹോദരി, ഒന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ഓരോ മീറ്റിംഗിൽ കടന്നു വരുമ്പോൾ തിരിച്ച് കടന്നു പോകുന്നത് നീ ദാഹത്തോടുകൂടി ആയിരിക്കില്ല. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ വെളിപ്പെട്ട് കണ്ടവരായിട്ട് ഇവിടുന്ന് കടന്നു പോകാനായിട്ട് സാധിക്കും. ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വീര്യപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ കാണുവാൻ. എന്താ അതിന്റെ പ്രത്യേകത എന്നറിയാമോ? ഇവിടെ സാക്ഷിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു, അത്ഭുതങ്ങൾ നടക്കുവാൻ തുടങ്ങി, ജനം ഓടിക്കൂടുവാൻ തുടങ്ങി, ഇത് കേൾക്കുവാനായിട്ട് തുടങ്ങി, ജനം കേൾക്കുവാൻ തുടങ്ങി. ഹംദലല ബക്കാല ബലബ. ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ദൈവം തന്നിരിക്കുന്ന വിഷൻസ് അക്ഷരികമായി നിവർത്തിക്കപ്പെടണമെങ്കിൽ ഈ സഭ എന്ന് പറയുന്നത് ഈ ദേശത്ത് ഒരു സംസാര വിഷയം തന്നെയായിരിക്കും. ഒരു സംസാരം ഇതിനെക്കുറിച്ചുണ്ടാകും. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ പ്രവർത്തനം വെളിപ്പെടുത്തുന്നത്. ഈ ദിവസങ്ങൾ ദൈവം ചെയ്യട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ മറക്കരുത്. എന്താണെന്നറിയാമോ? അത്ഭുതങ്ങൾ എന്തിലേക്കാണ് നയിക്കുന്നറിയാമോ? ജനത്തെ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തുന്നു. ദിനംതോറും ജനം ദൈവത്തെ കണ്ടുമുട്ടുവാൻ കാരണം, ഓരോ ദിവസവും ജനം ദൈവത്തെ മനസ്സിലാക്കുവാനുള്ള കാരണം എന്താ? ഇവിടുത്തെ വിഷയം ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകട്ടെ. ഒന്ന് പെട്ടെന്ന് വായിച്ചോട്ടോ. അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് കടന്നു വന്ന അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. പ്രൈസ് ഗോഡ്. ഒന്നാമത് ഈ അത്ഭുതം അടയാളം കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാമോ? ആരിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നുണ്ട്, അവരുടെ വാക്ക് കേൾക്കുവാൻ ജനം ശ്രദ്ധയോടെ കാത്തിരിക്കും. അവരുടെ വാക്ക് കേൾക്കുവാൻ ജനം ശ്രദ്ധയോടെ കാത്തിരിക്കും. ജനം അവരുടെ വാക്ക് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്താ ഇവിടെ സംഭവിച്ച? ഒരു ഫിലിപ്പോസ് ദൈവം അത്ഭുതമായിട്ട് ഉപയോഗിക്കുന്നു, ദൈവത്തിന്റെ വീര്യപ്രവൃത്തി വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പക്ഷെങ്കിൽ ഫിലിപ്പോസ് ഇതിനെക്കുറിച്ച് കേട്ടതായിരിക്കും ജനം ഒരു കാര്യം മനസ്സിലാക്കി: ഇവന്റെ വാക്കുകൾക്ക് ചില പ്രത്യേകതയുണ്ട്. എന്താ ഇവന്റെ വാക്കുകളുടെ പ്രത്യേകത? അത് ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ ഓർപ്പിക്കട്ടെ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, എന്നിലും നിങ്ങൾ കൂടെ നടക്കുന്നതായിരിക്കും ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ. മറ്റുള്ളവരെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജനങ്ങളെ ദൈവത്തിലേക്ക് ഏകാഗ്രതയിലേക്ക് നിൽപ്പാൻ സഹായിക്കുന്നത് അതാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ വചനം ആവശ്യമല്ലെന്നല്ല, ദൈവത്തിന്റെ വചനം ആവശ്യമാണ്. ദൈവത്തിന്റെ വചനമാണ് ക്രിയ ചെയ്യുന്നത്, ദൈവത്തിന്റെ വചനമാണ് മാറ്റം വരുത്തുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ആവശ്യമാണ് വിശ്വസികളാൽ നടക്കുന്ന ഈ അടയാളങ്ങൾ. ദൈവത്തിന്റെ പ്രവർത്തനം നടക്കുന്നത് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. 3, എന്താ ദൈവം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചു? എന്താണ് ഈ ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യേകത? എന്തായിരുന്നു? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഇത് കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പോൾ എന്താ ഇവിടുത്തെ 3-ാമത് സഭയുടെ അനുഗ്രഹത്തിന് കാരണമായി തീർന്ന പ്രത്യേക കാരണമെന്ന്? കടന്നുവന്ന ജനത്തിന്റെ എല്ലാവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? കുത്തുകൊണ്ടു. ഒരു കുത്തുകൊണ്ടു.
എന്താ കുത്ത്? ഇതുവരെ ഇല്ല, ഇങ്ങോട്ട് വന്ന് കയറിയപ്പോ ഈ കുത്തില്ലായിരുന്നു. ഇവിടെ എന്താ? ഇവിടെ കുത്തലെ പ്രസംഗിച്ചിട്ടല്ല കുത്തുണ്ടാകുന്നത്. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു സ്വഭാവമേ ഇല്ല. കുത്തി പ്രസംഗിക്കുന്ന ഒരു സഭയല്ല നമ്മുടെ സഭ. നമുക്കത് അറിയത്തുമില്ല. പക്ഷെ എന്തുകൊണ്ട് കുത്തലുണ്ടാകാൻ കാരണമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനം പ്രസ്താവിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉള്ളത്തില് ക്രിയ ചെയ്യുവാൻ തുടങ്ങി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ട്. അപ്പോസ്തലൻ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-9 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിച്ചാട്ട്. അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ആരാന്നറിയാമോ? പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനമാണ് പാപത്തെക്കുറിച്ച് ബോധം കൊടുക്കുക, പാപത്തെക്കുറിച്ച് ബോധ്യം കൊടുക്കുക. അപ്പോൾ ഈ കുത്തൽ കൊടുത്തതിന്റെ കാരണം എന്നാണെന്നറിയാമോ? അവരുടെ പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടായി, അവരുടെ പാപത്തെക്കുറിച്ച് ബോധം കൊടുത്തു. ആരാ കൊടുത്തെന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഞാൻ ഓർപ്പിക്കട്ടെ, പുതിയ നിയമസഭയുടെ ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവിടെ നടക്കുന്നു എന്നുള്ളതാ. ആമേൻ. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. ദൈവമേ, ഈ ഹോളിൽ കാലെടുത്ത് വെക്കുന്ന ഒരൊറ്റ വ്യക്തി ജീവിതമായിരിക്കാം, ഒരു പ്രാവശ്യം കടന്നു വന്നവരായിരിക്കാം. എന്നാൽ ഞാൻ ഒന്നാഗ്രഹിക്കുന്നു, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ലാതെ ഇവിടുന്ന് അവരെ ഉള്ളിലേക്ക് വിടരുത്. ഒരുപക്ഷെ സഹോദരൻ നിങ്ങൾ ആദ്യമായിട്ട് വന്നവരായിരിക്കാം, സഹോദരി നിങ്ങൾ ആദ്യമായിട്ട് വന്നവരായിരിക്കാം. പക്ഷെ ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ട്, ഇതിന് പിന്നിൽ അനേകം പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനാവാചകം മറ്റൊന്നുമല്ല, ഇവിടെ കടന്നു വന്നത് വെറുതായി തീരുവാൻ ഇടയാകരുത്. അവരുടെ ഹൃദയത്തിൽ വലിയ മാറ്റം ഉണ്ടാകണം, അവരുടെ ഹൃദയത്തിൽ വലിയ രൂപാന്തരം ഉണ്ടാകണം. അതിന് എന്ത് വേണം? ദൈവത്തിന്റെ നല്ല ആത്മാവ് തന്നെ കുത്തുകൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിന്റെ നല്ല ആത്മാവ് തന്നെ പ്രവർത്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കേൾക്കുകയുണ്ടായി, 2 സഹോദരന്മാർ പുതുതായിട്ട് കടന്നു 2 സഹോദരങ്ങൾ സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തു. ആരും അവരെ നിർബന്ധിച്ചില്ല, ആരും അവരോട് പറഞ്ഞില്ല. അതൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്താ കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തിന്റെ നല്ല ആത്മാവ് അവർക്ക് കുത്തുകൊടുക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ എത്ര കുത്തു കിട്ടിയാലും എനിക്കത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരുണ്ട്. ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കുത്ത് ഇന്ന് നീ തള്ളിക്കളയുന്നുവെങ്കിൽ നാളെ വേറെ കുത്ത് നിനക്ക് വരുന്നുണ്ടെന്നുള്ളത് മറന്നു കളയരുതോ എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുക. ആരാ കുത്തെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 8-9 അധ്യായങ്ങളിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. അവിടെ ഒരു പ്രത്യേകതയെ കുറിച്ച് പറയുന്നുണ്ട്. ആ പ്രത്യേകമായ വിഷയത്തിൽ അല്ലായിരിക്കും കുത്തുന്നത്. എന്നാൽ കുത്തൽ വരുന്നത് നിത്യമായിരിക്കും, നരകത്തിൽ കടന്നായിരിക്കാം കുത്തൽ കടന്നു വരുന്നത്. പ്രിയ സഹോദര, ദൈവത്തിന് പകരം മാറിപ്പോകുകയില്ല. ദൈവത്തിന് പകരം സത്യമെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. വിശ്വസിക്കുക, സ്നാനം വെക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ദൈവത്തിന് പകരം പഠിപ്പിക്കുമ്പോൾ, ദൈവത്തിന് പകരം മാറാത്തതായിട്ട് അത് സത്യമായിട്ട് വെളിപ്പെടുമ്പോൾ, ദൈവത്തിന്റെ ആലോചന അനുസരിക്കുന്നവരെ ദൈവം മാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദര, കുത്തുകൊള്ളുമ്പോൾ ഒന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, കുത്തിന് മുൻപിൽ ദൈവത്തിന് മുൻപാകെ മുട്ടുമടക്കുന്നത് ജീവിതത്തിൽ അനുഗ്രഹമാണോ? ജീവിതത്തിൽ നന്മയാണോ? കുത്തുകൊണ്ടിട്ടും കുത്തുകൊണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന പോലെ അല്ല. ദൈവത്തിന്റെ വിശുദ്ധ വചനം ഇപ്പോൾ പറയുന്നുണ്ട്, കൂടെ ശാസന കേട്ടിട്ടും സാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. നിന്റെ ഒരു നാശം വരുന്നുണ്ട്, ആ നാശം പെട്ടെന്നായിരിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കൂടെ ശാസന കേട്ടിട്ടും. ഞാൻ ഒന്നോർപ്പിക്കട്ടെ, ഒരു മനുഷ്യനല്ല ഇവിടെ പറയിപ്പിക്കുന്നത്, ദൈവത്തിന്റെ നല്ല ആത്മാവ് ഈ ദിവസങ്ങളിലോ നിങ്ങളുടെ ഉള്ളത്തിൽ പൊതച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ നല്ല ആത്മാവിനെ മറത്തു നിൽക്കരുത്. ദൈവത്തിന്റെ നല്ല ആത്മാവിനെ മാറ്റി നിർത്തരുത്. ദൈവത്തിന്റെ നല്ല ആത്മാവിനെ അനുസരിക്കുന്നത് ജീവിതത്തിന്റെ അനുഗ്രഹമാണ്. ദൈവത്തിന്റെ വിശുദ്ധ വചനം ദൈവം ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എന്നെ മറത്തു നിന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കെതിരായി തീർന്നു. ദൈവത്തിന്റെ മക്കളെ മറന്നു കളയരുത്. ദൈവത്തെ നമ്മൾ എതിർക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവിനെ എതിർത്ത് ഞാൻ നിൽക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ ആത്മാവ് എതിരായിരിക്കുന്നു മറന്നു കളയരുത്. ഇതൊരു കൊച്ചു കാര്യമല്ല, ഇതൊരു ചെറിയ വിഷയമല്ല. ദൈവത്തിന് മട്ടുമില്ലാത്ത വചനമാണോ? ദൈവത്തിന് മട്ടുമില്ലാത്ത വചനമാണോ? ആ വചനത്തിന് മുൻപിൽ നിന്നുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന് മുൻപിലോ ദൈവത്തെ അനുസരിക്കുവാനുള്ള ഒരുക്കമാണ് ആവശ്യമായിരിക്കുന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ലോകം ഇപ്രകാരം കടന്നു പോകുന്നതല്ല, ചില വർഷങ്ങളൂടെ കടന്നു പോകാം. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഇനി കടന്നു വരുന്ന 2 കാര്യമുണ്ട്. ഒന്നുകിൽ എന്റെ അടിമഘാതനാകുന്ന യേശുവിന്റെ 2ാമത്തെ വരവ്, അവൻ മധ്യാകാശം വരുമെന്നുള്ളത് ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നുണ്ട്. സഭ അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എന്താണ് സഭയുടെ ഉദ്ദേശം എന്നാണ് അറിയാമോ? കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയുണ്ട്. അത് കാണുവാൻ ഇന്ന് സഭ കാതോർത്തിരിക്കുക. ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, അവരുടെ ഭാരങ്ങൾ കൂടുമ്പോൾ, അവരുടെ വേദനകൾ കൂടുമ്പോൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ കൂടുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്റെ ദൈവമേ, എന്റെ ബുദ്ധിമുട്ട് മാറ്റണമെന്ന് മാത്രമല്ല, തുടർന്ന് അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആമേൻ കർത്താവേ, നീ വേഗം വരണമേ. ആമേൻ കർത്താവേ, നീ വേഗം വരണമേ. സഭ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ലോകം
ലോകമെമ്പാടുമുള്ള സഭാജനങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആമേൻ കർത്താവേ വേഗം വരണമേ. സഹോദര, ഒരു കാര്യം സത്യമാണ്, എന്റെ യേശു മടങ്ങി വരുമെന്ന് ചെയ്യും. ഒറ്റ വിഷയമാണ് പ്രധാനമായിട്ടുള്ളത്. യേശു മടങ്ങി വരുമ്പോൾ യേശുവിനോട് ഓടുന്ന് എടുക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു കാന്തം ഒരു ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ സ്വർഗ്ഗത്തിൽ മധ്യാകാശത്ത് എന്റെ യേശു കടന്നു വരുമ്പോൾ, യേശുവോട് നിൽക്കുമ്പോൾ യേശു ആകർഷണം കൊടുക്കുകയാണോ? എന്താ സംഭവിക്കുന്നത് അറിയാമോ? യേശുവിന്റെ മക്കൾ ഉയർത്തെഴുന്നേൽക്കുക. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശക്തമായിട്ട് പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനം അത് പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ മക്കൾ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ ജീവിച്ചവർ രൂപാന്തരപ്പെടും. ഇവർ ഒരുമിച്ച് കർത്താവിനെതിരെ ആകാശബന്ധങ്ങൾ എടുക്കപ്പെടും. സഹോദര, ഈ ഒരു സംഭവം നടക്കുവാൻ വേണ്ടി സഭ കാത്തിരിക്കുക. പ്രശ്നങ്ങൾ കൂടുമ്പോൾ, ഭാരങ്ങൾ കൂടുമ്പോൾ, ഭാരങ്ങൾ മാറ്റമേ പ്രാർത്ഥിക്കും നല്ലത്. കൂട്ടത്തിൽ ഒരു വേർഡൂടെ ഓർപ്പിച്ചോണം, എന്റെ കർത്താവേ നീ എന്താ വരാൻ താമസിക്കുന്നത്? എന്റെ കർത്താവ് നീ എന്നാ വരുന്നത്? എന്റെ കർത്താവ് നീ വേഗം വരണമേ. പ്രിയപ്പെട്ടവരുടെ ഒരു കൺവെൻഷൻ കഴിഞ്ഞിട്ട് അവസാന ദിവസത്തിൽ ഒരു 3 ഹല്ലേലൂയ പറഞ്ഞു വെച്ച് ആമേൻ കർത്താവ് വേഗം വരണമെന്ന് പറയുന്നൊരു കൂട്ടമല്ല ദൈവത്തിന്റെ മക്കൾ എന്നുള്ളത്. അവരുടെ ഹൃദയത്തിൽ ഓരോ ആഗ്രഹമുള്ളൂ, അവരുടെ ഹൃദയത്തിൽ ഒറ്റ താല്പര്യമുള്ളൂ. അവരുടെ ഏക താല്പര്യം എന്നറിയാമോ? ഈ ലോകത്തിലെ സമ്പത്തല്ല, ഈ ലോകത്തിൽ കാണിക്കുന്ന യാതൊന്നുമല്ല. അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്റെ അരുമ മണവാളിനോടുകൂടെ ഒന്ന് ചേരുക എന്നുള്ള ഏക ആഗ്രഹം മാത്രം. ബാക്കി ഒന്നിനും അവർക്ക് തൃപ്തി കൊടുക്കുവാൻ സാധ്യമല്ല. ബാക്കി ഒന്നിനും അവർക്ക് സന്തോഷം കൊടുക്കുവാൻ സാധ്യമല്ല. ബാക്കി ഒന്നിനും അവർക്ക് ആനന്ദം കൊടുക്കുവാൻ സാധ്യമല്ല. അവർക്ക് ആനന്ദം കൊടുക്കേണ്ട ഒരേ ഒരു വസ്തു മാത്രമേ ഉള്ളൂ, ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം എന്നാണെന്നറിയാമോ? ഇവിടെ വെച്ച് അവർ ഓരോ ദിവസവും അതിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നത്. അബ്രാമിനെ കൊണ്ട് ദൈവം വാഗ്ദത്ത ദേശത്തോ, ഈ ദൈവം വിളിച്ച് വേർതിരിച്ച നാട്ടിൽ നിന്നോ വാഗ്ദത്ത ദേശത്ത് കൊണ്ട് നിർത്തി. അബ്രാം ആ വാഗ്ദത്ത ദേശത്ത് നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ അബ്രാം ഒന്നും ചിന്തിച്ചില്ല, ഇതാണ് ദൈവം എനിക്ക് അവകാശം ദേശം, ഇതാണ് ഞാൻ കൈവശമാക്കേണ്ട ദേശം, അതുകൊണ്ട് നല്ലൊരു കെട്ടിടം പണിതോ ഇവിടെ ഞാൻ പാക്കാമെന്നല്ല അബ്രാം ആഗ്രഹിച്ച. അബ്രാം ഒന്നേ ആഗ്രഹിച്ചുള്ളൂ, ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ നഗരത്തുമായിട്ട് അബ്രാം കാത്തിരിക്കുവാൻ കാരണമായി തീർന്നു. പ്രിയ സഹോദരങ്ങളെ ഓർപ്പിക്കട്ടെ, ഇതിനേക്കാൾ അപ്പുറമായ ഒരു പട്ടണമുണ്ട് എന്നുള്ളത് മറന്നു കളയരുത്. ഈ ലോകത്തിൽ നമുക്ക് സ്ഥിരമായി വസിക്കുവാൻ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് നാം കരുതരുത്, നല്ല മസ്റ്റായിട്ട് കരുതണം. ദൈവത്തിന്റെ മക്കൾ കരുതുന്നവരാണ്. വേദപുസ്തകം പറയുന്നു, പത്തിയാൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി, തനിക്ക് വേണ്ടി, സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസികൾ അധമനായിരിക്കുന്നു. അതുകൊണ്ട് കരുതേണ്ടത് ആവശ്യമാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതേണ്ടത് ആവശ്യമാണ്. കുടുംബത്തിന് വേണ്ടി കരുതേണ്ടത് ആവശ്യമാണ്. കിട്ടുന്ന ശമ്പളം മുഴുവൻ ചെലവാക്കുവാനല്ല, അല്പം ബാങ്കിലോട്ട് നിക്ഷേപിക്കുന്നുണ്ട്. ഒരു ദൈവവേദന യാതൊരു തെറ്റുമില്ല. പക്ഷേ ഒന്നും മനസ്സിലാക്കണം, നിന്റെ ചിന്ത, നിന്റെ ഹിതം ഈ പണത്തിലാകരുത്, നിന്റെ ആഗ്രഹം ഈ പണത്തിലാകരുത്. ഇതിനപ്പുറത്ത് ഒരു ദൈവമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ആ ദൈവത്തിലായിരിക്കണം നിന്റെ ചിന്ത കടന്നു പോകേണ്ടത്. ദൈവത്തിന്റെ ചിന്തയില്ലാതെ മറ്റെന്ത് ചെയ്താലും അതാണ് നശ്വരമായിട്ടുള്ളത്. ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുമ്പേ പറഞ്ഞതുപോലെ, പൊന്നല്ല വെള്ളിയല്ല എനിക്കുള്ളത്, ഇതൊന്നും ഇല്ലെന്നല്ല, ഇതൊന്നുമല്ല എനിക്കുള്ളത്, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരികയാ. നസ്സനായ യേശുവിന്റെ നാമം, അതാണ് എനിക്ക് തരുവാനുള്ളത്, അതാണ് എനിക്ക് കൊടുക്കുവാനുള്ളത്. പ്രിയപ്പെട്ട സഭയെ, പ്രിയ വിശ്വാസിയെ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രവർത്തനമാണ് സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. ഈ ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ല. ഇതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്ന് സഭയിലേക്ക് കടന്നു വേണ്ടതായിട്ടിരിക്കുന്നു. ഒരു വലിയ ഒന്ന് സഭയിലേക്ക് കടന്നു വേണ്ടതായിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. കുറച്ച് നിമിഷങ്ങൾ ദൈവത്തെ ആരാധിച്ച് തൃപ്തിയറിഞ്ഞേച്ച് രൂപാന്തരമില്ലാത്തവരായിട്ട് കടന്നു പോകുന്ന ഒരു കൂട്ടമല്ല എനിക്ക് നിങ്ങൾക്ക് വേണ്ടത്. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ വിശുദ്ധി ഞാൻ നിങ്ങൾ കാണുമ്പോൾ യെശയ്യാവിനെ പോലെ അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യനെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാറ്റത്തോടുകൂടെ കടന്നു പോകുന്ന ജനമാണ് എന്റെ ദൈവത്തിന് വേണ്ടത്. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയെടുക്കുക. ഒരു പക്ഷങ്ങൾ ഈ പ്രവാചകനായിരിക്കാം, ഒരു പക്ഷങ്ങൾ ഈ പ്രവാചകയായിരിക്കാം, ഒരു പക്ഷങ്ങൾ ദൈവം നിന്നെ കൂടെ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം സത്യമാണ്. എന്നാൽ ഒന്നും മറന്നു കളയരുത്, ദൈവത്തിന്റെ വിശുദ്ധിയെ നീ കാണുമ്പോൾ, ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ, ദൈവം എത്രമാത്രം വിശുദ്ധനെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, അവിടെ എനിക്കൊന്ന് വേണം. എന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെ വിശുദ്ധി കണ്ടുകൊണ്ട് ഞാൻ ഉല്ലസിച്ച് ആനന്ദിക്കുവാനല്ല, അല്ലെന്നല്ല ഞാൻ പറയേണ്ടത്. ഉല്ലസിച്ച് ആനന്ദിക്കുവാൻ മാത്രമല്ല, എന്റെ കോവൽ കണ്ടുപിടിക്കുവാൻ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വ്യാപരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ വൺ വേ ട്രാഫിക് ആയിട്ട് മാത്രം മാറുക. ദൈവത്തിന്റെ സന്തോഷിപ്പാൻ നമുക്ക് താല്പര്യമുണ്ട്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഇപ്രകാരം കർത്താവായ യേശു പറയുവാൻ ഇടയായിട്ടുണ്ട്. ഇപ്രകാരമാണ് പറഞ്ഞത്, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു.
നിങ്ങളോ അവന്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ആഗ്രഹിച്ചു. അതേയുള്ള അവരുടെ താല്പര്യം. യോഹന്നാൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക്, ആ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ അല്പസമയത്ത് ഉല്ലസിപ്പാൻ ഒരു കൂട്ടം ജനം ആഗ്രഹിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, അതിനുവേണ്ടിയല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ആമേൻ. അതിന് വേണ്ടിയല്ല ദൈവം ബോധിച്ചിരിക്കുന്നത്. ദൈവം എന്തിനാ വിളിച്ചിരിക്കുന്നത്? ദൈവത്തിന് ഒരു കാര്യമുണ്ട്. എന്റെയും ജനത്തിന്റെ ഹൃദയത്തിൽ ഒരു പാപബോധം വരുത്തണം. ജനത്തിന്റെ ഹൃദയത്തിൽ ഒരു പാപത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാകണം. ജനത്തിന്റെ ഹൃദയത്തിൽ രൂപാന്തരം വരണം. പാപം 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 എന്ന് ചിന്തിച്ചുകൊണ്ട് വീണ് കിടക്കുന്ന ഒരു ജനത്തെ അല്ല എന്റെ ദൈവത്തിന് വേണ്ടത്. എന്റെ യേശുവിന്റെ രക്തം സകല പാപമൊക്കെ ശുദ്ധീകരിക്കുന്നെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ഒരു ജനത്തെയാണോ എന്റെ ദൈവത്തിന് വേണ്ടത്? മനസ്സിലാക്കിയെടുക്കുക. എന്താ വേണ്ടതെന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം. എന്ത് ചെയ്തു? ജനത്തിന്റെ ഹൃദയത്തിൽ താല്പര്യം കൊടുത്തു, ജനത്തിന്റെ ഹൃദയത്തിൽ മാറ്റം കൊടുത്തു, ജനത്തിന്റെ ഹൃദയത്തിൽ രൂപാന്തരം കൊടുത്തു, ജനത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറ്റി, ജനത്തിന്റെ ചിന്താഗതി മാറ്റി. ഇന്ന് ഞാൻ ആയിരിക്കുന്ന പോലെ ഇരിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് മറന്നു കളയരുത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ നല്ല പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം എന്റെയും നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരുമ്പോഴാണ് യഥാർത്ഥമായിട്ട് മാറ്റങ്ങൾ കടന്നു വരുന്നത്. എല്ലാ കണ്ണുകൾ ശാന്തമായിട്ട് അടയട്ടെ. ആരും അവിടെ ഇവിടെ കണ്ണുകൾ നോക്കുവാനല്ലേ. ഇന്ന് പകൽക്കാലം എന്നെ വിളിച്ചിരിക്കുന്ന വേല ഞാൻ പരിപൂർണമായിട്ട് മനസ്സിലാക്കുന്നു. എന്റെ കർത്താവിന്റെ പ്രയോറിറ്റി ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ പ്രയോറിറ്റി എന്റെ ഔദ്യോഗിക മേഖലയല്ല. എന്റെ പ്രയോറിറ്റി എന്റെ കുടുംബമല്ല. എന്റെ പ്രയോറിറ്റി എന്റെ ജീവിത സാഹചര്യങ്ങളല്ല. എന്റെ പ്രയോറിറ്റി എന്റെ യേശു മാത്രം. എന്റെ യേശു മാത്രം. യേശുവിന്റെ നാമം എന്റെ ജീവിതത്തിൽ വിലപിടിപ്പുള്ളതായപ്പോൾ എനിക്ക് സകലതും ദൈവം നൽകി തരുന്നവനാ. ദൈവം സകലതും എനിക്ക് നൽകി തരുന്നവനാ. സകലതും ദൈവം നൽകി തരുന്നവനാ. പൊന്നവൻ നൽകി തരുന്നവനാ. വെള്ളിയവൻ നൽകി തരുന്നവനാ. മാനം അവൻ നൽകി തരുന്നവനാ. എന്റെ കുടുംബത്തെ അവൻ പരിപാലിക്കുന്നവനാ. മേൽക്കുമേൽ അനുഗ്രഹത്തിലെ നടത്തുന്നവനാ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ എന്റെ യേശുവിന് മനസ്സുണ്ട്. എന്റെ യേശുവിന് മനസ്സ്